നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഏറ്റവും അധികം കേൾക്കുന്ന ഒരു വാക്കാണ് ഈ ടോക്സിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്, അല്ലേ? ഇത്തരത്തിലുള്ള ടോക്സിക് റിലേഷൻഷിപ്പിൽപ്പെട്ട് നശിച്ചുപോയ, ജീവിതം നശിച്ചുപോയ ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ ചുറ്റിനും. എന്തിനധികം പറയുന്നു, ജീവൻ പോലും നഷ്ടപ്പെട്ടു പോയ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് കഥകൾ നിത്യേന എന്നോണം വാർത്താ മാധ്യമങ്ങളോട് നമ്മൾ കേൾക്കാറുമുണ്ട്. ഇതിൽ അധികവും ഇരകളാവുന്നത് സ്ത്രീകളാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത. എന്നാൽ ഇക്കാലത്ത് പുരുഷന്മാർ പോലും ഇത്തരത്തിലുള്ള ടോക്സിക് റിലേഷൻഷിപ്പിൽപ്പെട്ട് ജീവിതം നശിപ്പിച്ച് കളയാറുണ്ട് എന്നുള്ളതും വസ്തുതയാണ്. എന്നാലും താരതമ്യേന സ്ത്രീകളായിരിക്കും ഇത്തരത്തിലുള്ള ബന്ധങ്ങളിൽ പെടാറുള്ളത് എന്നുള്ളതാണ് കാര്യം. ഇത്തരത്തിലുള്ള ടോക്സിക് റിലേഷൻഷിപ്പിൽ ചെന്നുപെട്ട് പുറത്താരോടും ഒന്നും പറയാൻ പോലും കഴിയാതെ ജീവിതം നരകമാക്കി കൊണ്ടു നടക്കുന്ന ഒരുപാട് ആളുകൾ എന്നെ കാണാൻ വേണ്ടി വരാറുണ്ട്. മാത്രമല്ല, അത്തരത്തിലുള്ള ആളുകളുടെ ക്രൂരതകളും നരകയാതനകളും അനുഭവിച്ച് മടുത്ത് അവസാനം ധൈര്യം സംഭരിച്ച് പുറത്തു ചാടുന്നവരുമുണ്ട്. അത്തരത്തിലുള്ളവരും അവരനുഭവിച്ച ക്രൂരതകളുടെയും യാതനകളുടെയും ഫലമായി ഉണ്ടായ ട്രോമകളിൽ നിന്നും, സ്ട്രെസ്സുകളിൽ നിന്നും, ഡിപ്രഷനുകളിൽ നിന്നുമൊക്കെ കരകയറുന്നതിന് വേണ്ടിയും ഓൺലൈനായും ഓഫ്ലൈനായും ഒക്കെ കൺസൾട്ടേഷൻ ബുക്ക് ചെയ്ത് എന്നെ കാണാൻ വേണ്ടി വരാറുണ്ട്. അവരൊക്കെ പറയുന്ന അനുഭവ കഥകൾ കേട്ട് ഞാൻ പോലും തരിച്ചിരുന്നു പോയിട്ടുണ്ട്. അതിൽ ചിലപ്പോൾ ചിലരൊക്കെ ബ്ലാക്ക് മെയിലിംഗ് പോലും ഭയന്നിട്ട് ആരോടും ഒന്നും പറയാൻ കഴിയാതെ നിന്നിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറ്റൊരു കാര്യം കൂടി ഇപ്പോൾ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ചാനലിൻ്റെ കൂട്ടായ്മയായ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ചേരുന്നതിന് വേണ്ടി, ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി എല്ലാവരെയും വീണ്ടും സ്വാഗതം ചെയ്യുകയാണ്. അതിനായി അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. താല്പര്യമുള്ള ആളുകൾ ആ ലിങ്കിൽ ടച്ച് ചെയ്ത് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്.